അല്പസമയം മുൻപാണ് മാനന്തവാടിയിലെ ആശുപത്രിയിൽ നിന്നും മൃതദേഹം ഇപ്പോൾ രാധയുടെ വീട്ടിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഇവിടെ അടുത്ത ബന്ധുക്കൾ, അതുപോലെ തന്നെ സമീപത്തെ നാട്ടുകാർ എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. പെട്ടിയിലാണ് മൃതദേഹമുള്ളത്. ഒരുപക്ഷെ അത് തുറന്ന ആളുകൾക്ക് കാണാനൊന്നും പറ്റുന്ന രൂപത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടിയിലാണ് മൃതദേഹമുള്ളത്. അത് വീടിന്റെ മുൻവശത്ത് അത് വെച്ചിട്ടുമുണ്ട്. അടുത്ത ബന്ധുക്കളുമെല്ലാം വന്ന് ഇവിടെ കൂടി നിൽക്കുന്നൊരു സാഹചര്യമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അടുത്ത ബന്ധുക്കളെല്ലാം സ്വാഭാവികമായും അവരുടെ ഉറ്റ ബന്ധു നഷ്ടപ്പെട്ടു എന്ന രൂപത്തിൽ അവരെല്ലാം വളരെയധികം സങ്കടത്തിലാണ്. കരയുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്ന കാര്യവുമാണ്. ഇന്നലെ പുലർച്ചെയാണ് ഈ വീട്ടിൽ നിന്നും രാധ കാപ്പി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചിരിക്കുന്നു. ആലമുറയിട്ട് കരയുന്ന ബന്ധുക്കളെയാണ് കാണാനാവുന്നത്. ഒപ്പം ആലമുറയിട്ട് കരഞ്ഞുകൊണ്ട് കുഴഞ്ഞു വീഴുകയാണ്. എങ്ങനെയാണ് ഈ ദുരന്തത്തെ അഭിമുഖീകരിക്കുക എന്നത് നമുക്കാർക്കും ചിന്തിച്ചാൽ ഉത്തരം പിടികിട്ടാത്ത ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് വൈകാരികമായി നാട്ടുകാരടക്കം കഴിഞ്ഞ ദിവസം അവിടെ പ്രതിഷേധിച്ചതും നമ്മൾ കണ്ടതാണ്. അതിവൈകാരികമായ ദൃശ്യങ്ങളാണ് വീട്ടിൽ നിന്ന് നമുക്ക് കാണാനാവുന്നത്. ഇന്നലെയാണ് പഞ്ചാരക്കൊല്ലി മേഖലയിൽ കടുവയുടെ ആക്രമണത്തിൽ രാധ കൊല്ലപ്പെടുന്നത്. വനം വകുപ്പിലെ താൽക്കാലിക വാച്ചറുടെ ഭാര്യയാണ്. രാവിലെ പണിക്കായി പോയ സമയത്ത് കാപ്പിത്തോട്ടത്തിൽ നിന്നാണ് കടുവ രാധയെ ആക്രമിച്ചത്. ദാരുണമായ മരണം സംഭവിക്കുകയായിരുന്നു. തുടർന്ന് വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് മൃതദേഹം ആശുപത്രിയിലേക്കും മാറ്റിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് അല്പസമയം മുൻപാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തത്. റവന്യൂ ഉദ്യോഗസ്ഥരും കൗൺസിലർമാരും അടക്കമുള്ള സംഘം മൃതദേഹം ഏറ്റുവാങ്ങാനായി ആശുപത്രിയിലെത്തിയിരുന്നു. അവിടെ നിന്നും ഇപ്പോൾ ഇതാ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു. വീട്ടിൽ കുടുംബാംഗങ്ങൾ അന്തിമോപചാരം അർപ്പിക്കുകയാണ്. അവിടെ ഇംതിയാസ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ഇംതിയാസ്, ഈ ഘട്ടത്തിൽ നമ്മൾ എന്താണ് പറയുക? അതിവൈകാരികമായ രംഗത്തിനാണ് നമ്മൾ സാക്ഷിയാവുന്നത്. തീർച്ചയായിട്ടും അതിവൈകാരികമായ രംഗങ്ങളാണ് രാധയുടെ വീട്ടിൽ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാവും. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെയാണ് ഈ വീട്ടുവളപ്പിൽ തന്നെയാണ് രാധയെ സംസ്കരിക്കുന്നതും. ഒരു 11 മണിയോടുകൂടി ആ ചടങ്ങുകളെല്ലാം പൂർത്തീകരിക്കാനാവുമെന്നാണ് ബന്ധുക്കളുമെല്ലാം അറിയിച്ചിട്ടുമുള്ളത്. ഇന്നലെ ഈ വീട്ടിൽ നിന്നാണ് രാധ അതിരാവിലെ തൻ്റെ ഭർത്താവായ അച്ചപ്പനൊപ്പം സ്കൂട്ടറിൽ കാപ്പി പറിക്കാൻ വേണ്ടിയിട്ട് സ്വകാര്യ വ്യക്തിയുടെ കാപ്പിത്തോട്ടത്തിലേക്ക് പോകുന്നത്. അങ്ങനെ പാതി വഴിയിൽ ഇറക്കി വിട്ട് രാധ ബാക്കി നടന്നു പോകുന്നു. അവിടെ വെച്ച് ഒരു ആക്രമണമുണ്ടായി, കടുവയുടെ ആക്രമണമുണ്ടായി എന്നാണ് നമ്മളെല്ലാം കരുതുന്നത്. പിന്നീട് തണ്ടർബോൾട്ട് എത്തി അവരുടെ ദിവസവുമുള്ള നടത്തത്തിനിടയിൽ അങ്ങനെ കാണുന്നു. അങ്ങനെ രാധയാണ് മരണപ്പെട്ടത്, രാധയാണ് മരിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാവുന്നു.
എന്തായാലും ആ പോയ പോക്ക് ഇപ്പോൾ ഇന്ന് ഒരു മരിച്ചു എന്ന് തന്നെ നമുക്ക് ഒരുപക്ഷെ വീട്ടുകാർക്കൊന്നും അതൊരു പക്ഷേ ആ രീതിയിൽ ഉൾക്കൊള്ളാൻ ഒരു പക്ഷെ സാധിക്കണമെന്നില്ല. കാരണം അവസാനമായി ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഒരു നോക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലല്ല ഉള്ളത്. ഒരു പെട്ടിയിലാണ്. അതുപോലെ ഉള്ള സംവിധാനങ്ങളെല്ലാം അന്തിമോപചാരം അർപ്പിക്കൽ ഒക്കെ തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാവുന്നത്. അടുത്ത ബന്ധുക്കളുണ്ട്, തൊട്ടടുത്ത സമീപത്തെ നാട്ടുകാരുണ്ട്. പലരും ഒരുപക്ഷെ രാധ ഈ വീട്ടിൽ അത്രത്തോളം പ്രിയപ്പെട്ട ഒരാളായിരിക്കണം.